ഹലോ 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 ഹായ്. ഒരു ടാറ്റുവിൻ്റെ ഒരു എന്തുവാ ടാറ്റു 90 days കഴിഞ്ഞിട്ട് ടാറ്റു റീടച്ചപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. നിനക്ക് ഡൗട്ട് ഉണ്ടോ? ടാറ്റു എന്തുകൊണ്ടാണ് റീടച്ച് ചെയ്യണത്, റീടച്ച് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്? ഓക്കെ, നമുക്ക് ടാറ്റു റീടച്ച് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ക്ലാസ്സാണ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം ഈ ടാറ്റു ഇവിടെ തന്നെ ചെയ്ത ടാറ്റു ആണ്. ടാറ്റു ചെയ്ത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഒരു 3 മാസത്തിനകത്തായല്ലേ. നമ്മൾ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര വിസിബിലിറ്റി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഫെയ്ഡായി. ഇത് നോർമലി ഉള്ള കോമൺ പ്രശ്നമാണ്, എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. നീ വർക്ക് ചെയ്തു. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാറ്റു ഇങ്ക് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ബോഡിയാണ്. ഫോറിൻ ബോഡി എന്നാൽ പുറത്തുനിന്നുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ ഫോറിൻ ബോഡി എന്ന് പറയുന്നത്. ഫോറിൻ ബോഡിയാണ് അത്. നമ്മുടെ സ്കിന്നുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് പോകാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഒരു പ്രത്യേകത, നമ്മുടെ ബോഡിയിൽ എന്ത് പുതിയ സാധനം വന്നു കഴിഞ്ഞാലും നമ്മുടെ ബോഡി അതിനെ റിജക്റ്റ് ചെയ്യും അല്ലേ. അപ്പം ആ ബോഡി റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്, അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഒരു സർജറി ചെയ്തിട്ട് ചിലപ്പോൾ ഒരു പ്ലേറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണ്, 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 3 മാസം റിജക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 21, 45, 60, 90 ഡേയ്സിനകത്ത് നമ്മളെ ബോഡി അത് മാക്സിമം റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇത് ഈ 90 days കഴിഞ്ഞിട്ടും പിന്നെ ഈ സാധനം കൊണ്ട് നമ്മളെ ബോഡിക്ക് വേറെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ബോഡി അതിനെ അംഗീകരിക്കും. ഓക്കെ, പിന്നെ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ല. ഉദാഹരണത്തിന് നമ്മൾ ഈ ടാറ്റു ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കുറച്ച് തന്നെ നമ്മുടെ ബോഡി ഹീറ്റ് ആവും, ബോഡി ചൂടാവും. അതായത് നമ്മൾ ക്ലയന്റിനെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, ക്ലയന്റിന്റെ ബോഡി കുറച്ച് ചൂടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാക്ടീരിയസുകൾ, അതായത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബാക്ടീരിയസ് ഉണ്ട്. പുറത്തുനിന്നുള്ള എന്ത് സാധനം വന്നാലും അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയസ്, അത് നേരെ വന്നിട്ട് ഈ ഇങ്കിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ ഇങ്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ക് തിന്നുകൊണ്ടിരിക്കും. അതായത് ഇങ്കിനെ ഡൈലൂട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പം കുറേ സമയം ഇത് ഈ പ്രവൃത്തി തുടരുന്നത് ആദ്യത്തെ ഒരു 2 ആഴ്ചയും ഈ പ്രവൃത്തി നല്ല രീതിയിൽ തുടരും. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഇങ്കിന്റെ ലോസ് വന്നിട്ട് ഒരു 20% നമ്മളെ ബോഡി തന്നെ ഇങ്ക് ലോസ് ചെയ്യും, ഇങ്കിനെ നശിപ്പിക്കും. ബാക്കിയുള്ള ഒരു 30% അതിലൊന്ന് നമ്മുടെ ഇങ്ക് എന്ന് പറയുന്നത് ഡെർമിസ് എപ്പിഡെർമിസ് എന്നുള്ള 2 ലെയറിലാണ് നമ്മുടെ ഇങ്ക് അകത്ത് പോകുന്നത്. ഇതിൽ എപ്പിഡെർമിസ് എന്നുള്ള ലെയർ നമ്മുടെ മേൽ ലെയറും ഡെർമിസ് എന്നുള്ള ലെയർ നമ്മുടെ അകത്തുള്ള സെക്കൻഡ് ലെയറാണ്. അപ്പം ഈ എപ്പിഡെർമിസിൽ നമ്മൾ ഇങ്ക് ഒരു മൈക്രോ മില്ലിഗ്രാം അളവിലാണ് ഇങ്ക്, അതായത് ഫ്ലഷിലോട്ട് പോവാതെ സ്കിന്നിലും ഫാറ്റിന്റെ ഇടയിലാണ് നമ്മൾ ഇങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ നീഡിൽ വെച്ചിട്ട് നമ്മൾ പുറത്ത് സ്കിന്ന് സ്ക്രാച്ച് ഇരുന്നിട്ട് ഇങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഹീലിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. പുറത്തുള്ള സ്കിന്ന് കംപ്ലീറ്റ് ഇളകിപ്പോയിട്ട് നമ്മൾ ഈ ചെയ്ത ടാറ്റു അടിയിലും മേലിൽ പുതിയ സ്കിന്ന് വരും. ഓക്കെ, അപ്പം ഒരു കാര്യം ആലോചിക്കുക, ഒരു വസ്തുവിന്റെ മേലിൽ വേറൊരു ലെയർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വസ്തുവിന്റെ വിസിബിലിറ്റി കുറയല്ലേ ഉള്ളൂ. അതായത് ഒരു എക്സ്ട്രാ ലെയർ വന്ന് ബോഡിയിൽ, അപ്പം പുറത്ത് വേറെ എക്സ്ട്രാ ലെയർ കയറി. ഈ എക്സ്ട്രാ ലെയറിനകത്താണ് ഇങ്ക് ഉള്ളത്. അതായത് നമ്മൾ ചെയ്ത ഇങ്കിന്റെ 20% നഷ്ടപ്പെട്ടിട്ടുള്ളൂ, 80% ഇങ്ക് അകത്തുണ്ടാവും. ചില ആൾക്കാർക്ക് 30% നഷ്ടപ്പെടും. ഓരോരുത്തര ബോഡിയുടെ അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അനുസരിച്ചിട്ടാണ് ടാറ്റു ഫേഡ് ആവുന്നത്. അതായത് ടാറ്റു ഒട്ടും ഫേഡ് ആവാത്തല്ലാത്ത ആളിന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ചിലപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ മെലാനിൻ കണ്ടന്റ് കൂടിയുള്ള ആൾക്കാർക്കും മെലാനിൻ കണ്ടന്റ് കുറച്ചുള്ള ആൾക്കാർക്കും ടാറ്റു ഹീലാവുന്ന 2 രീതിയിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അനുവിന്റെ ടാറ്റു ഫണ്ട് ചെയ്ത ടാറ്റു ആണ്, അത് കളർ വിസിബിലിറ്റി കൂടി വരും. കാര്യം പുള്ളിക്കാർക്ക് മെലാനിൻ കണ്ടന്റ് കുറവാണ്. മെലാനിൻ കണ്ടന്റ് നമ്മളെ ബോഡിയിൽ കൂടുതലുണ്ടെങ്കിൽ മെലാനിൻ കണ്ടന്റ് കൊണ്ടും ടാറ്റു ഫേഡ് ആവാം. പക്ഷെ ഇങ്ക് അകത്തുണ്ട്, അപ്പോഴും ഇങ്ക് അകത്ത് പോയിട്ടില്ല, ഇങ്ക് നഷ്ടപ്പെട്ടില്ല. ഇങ്ക് പോയിട്ടുള്ളത് 20%, 30% ഇങ്ക് നമ്മളെ ബോഡി ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ക് പോയത്. രണ്ടാമത് നമ്മൾ ഈ ടാൻ ഉണ്ടല്ലോ, അതായത് ഇപ്പം പുറത്ത് പോകുമ്പോൾ നമുക്ക് ടാൻ അടിക്കും. ഏറ്റവും കൂടുതൽ ടാറ്റു ഫേഡ് ആവുന്നത് അപ്പർ ഫോറാമിലാണ്, അത് കഴിഞ്ഞാൽ ലോവർ ഫോറാമിൽ, അത് കഴിഞ്ഞാൽ ടാറ്റു പിന്നെ അതിൽ നിന്നും കൂടുതൽ ഫേഡ് ആവുന്നത് ഈ പാമിൽ ചെയ്യുമ്പോഴാണ്. കാര്യം നമ്മൾ എപ്പോഴും കൈ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇങ്ക് പെട്ടെന്ന് നിൽക്കത്തില്ല, പെട്ടെന്ന് പോകും. കൈൻ്റെ ഇൻസൈഡ് ഇങ്ക് നിൽക്കത്തേ ഇല്ല, ഒരു 5 പ്രാവശ്യമെങ്കിലും ചെയ്യണം. ഫോറാം മിനിമം 1 ടൈം റീടച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ കവർ ചെയ്യണം, അല്ലെങ്കിൽ ടാൻ ആവും. ഈ ടാൻ പ്ലസ് മേലൊരു കോട്ടിങ്, 2 കാര്യങ്ങൾ വന്നല്ലോ, ടാറ്റു ഫേഡ് ആവാൻ അത് മാത്രം മതി. അപ്പൊ നമ്മൾ റീടച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീടച്ച് രണ്ടാമത് ചെയ്യുമ്പം ഇതൊരു ഫോറിൻ ബോഡി അല്ല, ഓൾറെഡി നമ്മളെ ബോഡിയിൽ
ടാറ്റു ഉണ്ട്. അപ്പം തന്നെ നമ്മളെ ബോഡിക്കകത്ത് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് അറിയാൻ പറ്റും വലിയ ഹാംഫുൾ ഒന്നും അല്ല. അപ്പം ബോഡി ഇത് നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ല രണ്ടാമത് ചെയ്യുമ്പോൾ. പിന്നെ എങ്ങനെ ഫേഡ് ആവാൻ ചാൻസ് ഉണ്ട്? ഓവറായിട്ട് നമ്മൾ ഡീറ്റാൻ അടിക്കുമ്പോഴും നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ നമ്മളെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ നമ്മൾ പിന്നെ ആൽക്കഹോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നാലും ഇങ്ക് ഫേഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ടും ഇങ്ക് ഫേഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾ ടാറ്റു സ്റ്റുഡിയോസ്, അതായത് ഒരുവിധം റെപ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡിയോസും കെമിക്കൽ ഫ്രീ വേഗൻ ഇങ്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കെമിക്കൽ ഫ്രീ വേഗൻ ഇങ്ക് ആയതുകൊണ്ട് തന്നെ ഇങ്കിന് 10 to 20 to 30% വരെ ഇങ്ക് ഫേഡ് ആവാൻ ചാൻസസ് ഉണ്ട്. കാര്യം നേരത്തെ വന്നുകൊണ്ടിരുന്നത് മെറ്റാലിക് ഇങ്കാണ്. മെറ്റാലിക്കിന്റെ മെർക്കുറി കണ്ടന്റ് ഒരുപാട് കൂടിയ ഇങ്കാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത്. ആ ഇങ്ക് പെട്ടെന്ന് ഫേഡ് ആവത്തില്ല. അതാണ് ഈ റോഡ് സൈഡിലൊക്കെ അടിച്ചിട്ട് ആൾക്കാർ ചെയ്യുന്ന ടാറ്റൂസ്. അത് ഫേഡ് ആവാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെറ്റാലിക് മെർക്കുറി ഉള്ളതുകൊണ്ടാണ്. അപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു MRI എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മെറ്റാലിക് കണ്ടന്റ് കൂടിയ ഇങ്കാണെങ്കിൽ നമ്മൾ MRI മെഷീനകത്തോട്ട് നമ്മളെ ബോഡി കയറി കഴിഞ്ഞാൽ ഇങ്ക് മെൽറ്റ് ആയി പോകും. കംപ്ലീറ്റ് ബട്ടർ മെൽറ്റ് ആകും പോലെ മൊത്തം മെൽറ്റായി ഒരു പാച്ച് ആവും ഇതിന്റെ ടാറ്റു. തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ടാറ്റു കാണത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്കിന്റെ ക്വാളിറ്റി നോക്കി ചെയ്യുക. 2, നമ്മൾ ഈ ടാറ്റു ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ടാറ്റു ഫെയ്ഡ് ആവണതിൻ്റെ പിന്നിൽ ഇത്ര കാരണങ്ങളുണ്ട്. 1 നമ്മുടെ ഇമ്മ്യൂണിറ്റി, 2 നമ്മുടെ ലൈഫ് സ്റ്റൈല്, 3 നമ്മുടെ ഹ്യൂമിഡിറ്റി, ബാക്കിയുള്ള കാര്യങ്ങൾ, ടെമ്പറേച്ചർ, സൂര്യൻ, ചന്ദ്രൻ, ഇങ്ങനെയൊക്കെയുള്ള സംഭവം എല്ലാം ഉണ്ട്. നമ്മുടെ മുഖം തന്നെ നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുമല്ലോ, അതുപോലെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാറ്റു ആഫ്റ്റർ കെയർ ക്രീമുകൾ, അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ പാക്കുകളുണ്ട് ടാറ്റുവിന്. സോ ടാറ്റു എന്നുള്ള സംഭവം നമ്മൾ ഫോറാമിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം വെയിലടിക്കാതെ നോക്കുക മിനിമം. അത് ഇപ്പോൾ ഫോറാമിൽ ഇപ്പോൾ ഈ ടാറ്റു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു 4 ദിവസമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് വെയിൽ കൊള്ളാതെ നോക്കുക. ഫസ്റ്റത്തെ 4-5 ഡേയ്സ്, ഒരു 7 ഡേയ്സ് വരെയും കുറച്ച് ക്രൂഷ്യലാണ് വലിയ ടാറ്റൂസിന്. അത് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നാണല്ലോ. ഇപ്പം നമ്മൾ ടാറ്റു റീടച്ച് 90 ഡേയ്സ് കഴിഞ്ഞിട്ട് ടാറ്റു റീടച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്ത ടാറ്റുവിന് എടുത്ത സമയം ഒരു 8 മണിക്കൂറാണെങ്കിൽ റീടച്ച് നമുക്ക് 3 മണിക്കൂർ സമയം നമുക്ക് വരത്തുള്ളൂ. നമ്മൾ റീടച്ചിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്ര അല്ലെങ്കിൽ ഇങ്ക് ചെയ്യണ്ട. ഇങ്ക് ലോസ് ആയി പോയി എന്ന് പറഞ്ഞില്ല, ആദ്യത്തെ 30% നമ്മളെ ബോഡി ലോസ് ആക്കി എന്ന് പറഞ്ഞില്ലേ, ആ 30% ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇല്ലാതെ നമ്മൾ 100% ഫില്ല് ചെയ്യാൻ വേണ്ടി നിന്ന് എന്ത് സംഭവിക്കും? ഓൾറെഡി നമ്മളെ ബോഡിയിൽ 70% ഇങ്ക് കിടപ്പുണ്ട്. അപ്പം അതിൽ നമ്മൾ വീണ്ടും 100 ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 170% ഇങ്ക് ആവും. അപ്പോൾ എന്താവും? ബഡ്ജിങ് ഉണ്ടാവും. ചില ആൾക്കാരെ ടാറ്റു നമ്മൾ കണ്ടിട്ടില്ലേ ബഡ്ജ് ചെയ്ത് നിൽക്കുന്നത്, ബഡ്ജിങ് പിന്നെ സ്മഡ്ജിങ് ആവും. അതുകൊണ്ട് റീടച്ച് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും കഴിയുന്നതും ചെയ്ത ആർട്ടിസ്റ്റ് തന്നെ റീടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റീടച്ച് ചെയ്യുമ്പോഴത്തേക്കും ചെയ്ത സ്റ്റുഡിയോയിൽ തന്നെ നിങ്ങൾ റീടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസ് വരത്തില്ല. കാര്യം ആർട്ടിസ്റ്റിന് അറിയാം ഇത് എങ്ങനെ ചെയ്യണം, എവിടെ കൊണ്ട് നിർത്തണം എന്നുള്ള കാര്യം. സോ മെയിനായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്. കാര്യം ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റു ഫേഡ് ആയി കഴിഞ്ഞാൽ അത് ടാറ്റു സ്റ്റുഡിയോയുടെ പ്രശ്നം, അല്ലെങ്കിൽ ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പ്രശ്നം, എല്ലാ പ്രശ്നവും ഉണ്ട് യഥാർത്ഥത്തിൽ. ടാറ്റു സ്റ്റുഡിയോയുടെ പ്രശ്നം കൊണ്ടും ഫേഡ് ആവാം, ആർട്ടിസ്റ്റിൻ്റെ എല്ലാം കൊണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് ടാറ്റു ഫേഡ് ആവുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞതാണ്. 1 ഇമ്മ്യൂണിറ്റി, 2 നമ്മുടെ ലൈഫ് സ്റ്റൈല്, 3 നമ്മുടെ ഹ്യൂമിഡിറ്റി, ബാക്കിയുള്ള ഈ കാര്യങ്ങൾ, സൺലൈറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ആ ടാറ്റുവിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടാറ്റു ആഫ്റ്റർ കെയർ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾക്ക് അത് മേടിക്കാം. അത് മേടിച്ച് നിങ്ങൾ ടാറ്റുവിനെ മോർ വൈബ്രൻ്റ് ആക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ ആയിട്ട് കണ്ടാൽ മാത്രം മതി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.